അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. CPM-നോട് വളരെ കൃത്യമായി പറയാം, രാജാവിന്റെ നാടാണല്ലോ, അങ്ങനെയാണല്ലോ നിങ്ങളെ വെപ്പ്. ആ രാജാവിന്റെ നാട്ടില് ഈ മണ്ഡലത്തില് മുഴപ്പിലങ്ങാട് പഞ്ചായത്തില് 4 മെമ്പർമാർ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. എഴുതി വെച്ചോ, വരുത്തേയുള്ളൂ തെരഞ്ഞെടുപ്പ്. അടുത്ത പ്രാവശ്യ തെരഞ്ഞെടുപ്പില് അതാണ് നിങ്ങൾ മുന്നിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ പ്രചരണം നടത്തുന്നതെങ്കിൽ ഈ പഞ്ചായത്ത് SDPI ഭരിച്ചിരിക്കും. എഴുതി വെക്കണം. ഇത് കളി വേറെയാ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ ഈ 2 പോലീസുകാരെ വിട്ട് പേടിപ്പിക്കരുത്. ഞങ്ങളെ കേന്ദ്രസേന ഉൾപ്പെടെ വന്നിട്ട് എന്റെ വീട് ഉൾപ്പെടെ ജപ്തി ചെയ്ത് കൊണ്ടുപോയപ്പോ ഇത്തേസോ ഞങ്ങൾ ജന്മദിനാഘോഷിച്ച ആൾക്കാരാ. അറിയാം, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ആറ്റുകൾ കൊണ്ട്, തോക്കുകൾ കൊണ്ട്, തടവറ കൊണ്ട്, ജയിലറകൾ കൊണ്ട് പോരാളികളെ ഭയപ്പെടുത്തരുത്. ഭീരുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം. ഞങ്ങൾ 2-1 ആഗ്രഹിക്കുന്നവരാ. ഈ നാടിന്റെ നീതി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തുല്യാവകാശം, പൂർവികർ ഒരുപാട് ത്യാഗം സഹിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യം നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പോരാടും, വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ. അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ മാർഗത്തിൽ ഞങ്ങൾക്ക് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം. അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്രസേനയും കേന്ദ്ര നീതിയും അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങളുടെ നേതാക്കന്മാരുടെ വീടൊക്കെ പരിശോധിച്ചു. എല്ലാവരും കരുതിയ CPM-ന്റെ നേതാക്കന്മാരുടെ വീട് പോലെയെന്നാ. ഇങ്ങനെ കക്കൂസിലും പണം, പ്രഷർ കുക്കറിലും പണം, ഇവിടെ അടുക്കളയിലും പണം. ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളും സാധുക്കളാണോ? ഞങ്ങൾ അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ശ്രീലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത സദാചാര ഗുണ്ടകളായ CPM പറയാ, ഇവിടെ ബന്ധുക്കൾ അവരുടെ പെങ്ങൾക്കുണ്ടായ പ്രയാസത്തിൽ, അവളുടെ സഹോദരിക്കുണ്ടായ പ്രയാസത്തിൽ, ആ പിതാവിനുണ്ടായ മകളുടെ പ്രശ്നത്തിലോ പ്രയാസത്തിൽ ഒരിടത്തിരുന്നൊന്ന് സംസാരിച്ചപ്പോ ഞാൻ ഇന്നും പറയുന്നു, ഇതിന് മുന്നും കണ്ണൂരിലെ സ്റ്റേജ് കെട്ടി ഞങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞിട്ട്, സാർ താങ്കൾ നേരിട്ട് വരൂ, നമുക്കൊരു സംവാദം നടത്താം. എന്താണ് വർഗീയത, എന്താണ് തീവ്രവാദം, എന്താണ് താലിബാനിസം, അങ്ങൊന്ന് പറ, നിങ്ങളെ മുന്നിൽ ഞങ്ങൾ വന്നിരിക്കാം, ഒരു പരസ്യ സംവാദത്തിന് താങ്കൾ വാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് CPM-കാരൻ ഒന്ന് പറയണം, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന താലിബാനിസം ശുക്കൂർ മോഡലാണോ? ഇനി അതല്ല നാദാപുരം തൂണേരി മോഡലാണോ? അതല്ല DP ചന്ദ്രശേഖരൻ മോഡലാണോ? ഏത് മോഡലാണ് താലിബാനിസം എന്ന് CPM-ന് ആഴത്തമുണ്ടെങ്കിൽ, ആഴത്തമുള്ള നട്ടലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിശദീകരിക്കും. ഞങ്ങൾ പറയാം. അതുകൊണ്ട് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ മുന്നിൽ ഈ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ഉമ്മയുടെ പരാതിയുണ്ട്. അവിടെ ഒരു ആൺ സുഹൃത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ആൺ സുഹൃത്തിനെ കുറിച്ചും നിങ്ങൾ ഈ എല്ലാ സംഭവങ്ങളെ കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണം. ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവർത്തകരാ നിങ്ങൾ അന്വേഷിക്കാതെ വിടണമെന്നല്ല പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുതാര്യമായ അന്വേഷണം നടത്തി കൃത്യമായി കുറ്റക്കാർക്കെതിരെ ശിക്ഷ നടപ്പാക്കണം. ഈ പറഞ്ഞ ആൺ സുഹൃത്തിന്റെ നാട്ടുകാർ പറയുന്നു, അവന്റെ ഭാര്യയുണ്ട് ഗർഭിണി. ആ ഭാര്യ ഇതിനു മുമ്പേ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇവൻ ഇത് തന്നെയാണ് തൊഴില്. സ്ത്രീകളെ വശീകരിക്കുക, വഞ്ചിക്കുക, ഇത് തന്നെയാണ് അവന് തൊഴിലെന്ന് അവന്റെ കുടുംബക്കാർ പറയുന്നു. ആ ഭാഗം ഒന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥനോട് താഴ്മയോടെ